നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാവാം. രണ്ടാനമ്മയുടെ ക്രൂരതയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഈ മകന്റെ ജീവിതം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഹായ് പിങ്കു മോനെ, നമുക്ക് വിശക്കുന്നുണ്ടോ? നമുക്ക് കുറച്ചായിട്ട് ചായ കുടിക്കട്ടോ. ലച്ചുമോളെ, ഈ പിങ്കുവിനടുത്ത് കളിക്കാം. നമുക്ക് രണ്ടാക്കും കളിക്കാം. ആയിട്ടാ, നമുക്ക് രണ്ടാക്കും കളിക്കാം. നമുക്ക് രണ്ടാക്കും കളിക്കാം. പിങ്കുമോനെ, 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 നമുക്ക് ചായ കുടിക്കട്ടോ. ഞാൻ എത്ര നേരം ചായ കുടിക്കാൻ വിളിക്കുന്നത്? എനിക്ക് ചായ കുടിക്കാം. വാ വാ ഉണ്ണേട്ടോ, നമുക്ക് ചായ കുടിക്കാം. പിന്നെ കുഞ്ഞേട്ടനെ ചായ കുടിക്കാൻ വിളിക്കല്ലേ? ഇരിക്കുന്ന കോലം കണ്ടാലും മതി. കണ്ട കാട്ടിൽ അവിടെ ഇവിടെ കളിച്ചു വന്ന് ചേർ പോയിട്ട് കണ്ട് സോഫയമേൽ വന്ന് ഇരിക്കുക. ലച്ചുമോള് പോയി പിന്നെ ചായ കുടിച്ചോളാം. അതന്നെ, ഓനെ പിന്നെ കൊടുത്തോളൂ ഞാൻ. പിന്നെ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ പറ്റിയൊരു കോലം ഈ കൊടുക്കാം. ഇങ്ങോട്ട് വരെ കയറി ഇരിക്കും ഇങ്ങോട്ട്. അല്ല പിന്നെ ഓനെ കാത്തു നിൽക്കുക ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അവന്റെ കോലം കണ്ടാലും മതി, ഡൈനിങ് ടേബിളിൽ കൊണ്ട് ഇരുത്താൻ പറ്റുമല്ലോ. ഞാൻ പോയി ചായ എടുത്ത് വരാം. ഇവിടെ നിന്ന് എണീറ്റ് പോയിണ്ടെങ്കിൽ ഇത് കഴിക്കട്ടോ. ബ്രെഡും ചിക്കൻ പൊരിച്ചതാണ്. ഒന്നല്ല, മുഴുവൻ കഴിക്കി. നീ അല്ലെങ്കിലേ ഇപ്പം മെലിഞ്ഞ് പോകുന്നുണ്ട്. ഫുള്ള് കഴിച്ചവിടെ ഇരുന്നിട്ട് ഞാൻ ഓൻ അപ്പുറത്ത് പോയി ചായ എടുത്തിട്ട് വരാം. അല്ല, നീ ഇതുവരെ ഈ സോഫയിൽ എണീറ്റില്ല. ഈ ഡ്രസ്സിന്റെ കോലം കണ്ടാൽ മതി ഇരിക്കണം അങ്ങോട്ട് സോഫയിൽ. ഇനി മേലെ സോഫയിൽ വന്ന് ഇരുന്ന് പോയത് കേട്ടുണ്ടോ? എനിക്ക് കറിയാണ്ടിരുന്ന് പോയത്. അപ്പുറത്തെങ്ങും പോയി ഇരിക്കണം. ചെക്കൻ എത്ര പറഞ്ഞാലും കേൾക്കൂല. ഓ, ഇവിടെ വന്ന് ഇരുന്നോ? അപ്പോഴേക്ക് ചായന്റെ പറഞ്ഞിട്ടോളൂ. കഴിക്ക്. ഇന്നലത്തെ ചോറുണ്ട്, അത് കഴിച്ചാൽ മതി. ഉപ്പേരി മിക്സാക്കി കഴിക്കടാ. കഴിക്കങ്ങോട്ട്, കഴിക്കാനങ്ങോട്ട് വേഗം കഴിക്ക്. കഴിക്കാനല്ല എന്നോട് പറഞ്ഞത്. എന്ത് കഴിക്കാൻ പറ്റായിട്ട്? ഇതുപോലും കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട്. മര്യാദയ്ക്ക് വേണേ കഴിച്ചാത്ത കിട്ടിയിട്ട് പോയിക്കോ. പിന്നെ എടാ, എന്നോട് ആരാ ചോറ് കളയാൻ പറഞ്ഞേ? ആരാ കളയാൻ പറഞ്ഞത്? എന്ത് പറ്റായിട്ട്? എനിക്കിനി തുള്ളി വെള്ളം ഇവിടെ തരില്ല. ഇറങ്ങി പോടാ. ചെക്കൻ എല്ലാ ചോറും ഇവിടെ കളഞ്ഞു. അയ്യോ, കുഞ്ഞേട്ടൻ എന്തിനാ കരയുന്നേ? ചുമ്മാളെ, എനിക്ക് ചെറിയ മാങ്ങ ചോറ് തിന്നാൻ പറ്റുന്നില്ല. അത് മണത്തിട്ട് എനിക്ക് തിന്നാൻ പറ്റേറ്റ. അതിന് ചെറിയമ്മ കുറെ എന്നെ ചീത്ത പറഞ്ഞു. അത് സാരമില്ലടാ, അമ്മ അങ്ങനെയാണ്. നീ ഒരു കാര്യം ചെയ്, എനിക്കിത് മതി. നീ ഇവിടെ ഇരുന്ന് കഴിച്ചോ. വാ, നീ ഇവിടെ ഇരുന്നോ. അമ്മ വരുമ്പോഴത്തേക്ക് വേഗം കഴിച്ചോ. നീ നോക്കണ്ടടാ, നീ വേഗം കഴിച്ചോ. അമ്മ വരുമ്പോഴത്തേക്കും എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അല്ലേ. നീ വേഗം കഴിച്ചോ. നീ വേഗം തിന്നു. ഞാൻ അടുക്കളയിൽ പോയി ചിക്കൻ പൊരിച്ചെടുത്ത് വരാം. വേണ്ട ലച്ചു പോളെ, എനിക്ക് ചെറിയ പേരെടുത്ത് ചീത്തേക്കും. എനിക്കിത് മതി ലച്ചു പോളെ, ഇതന്നെ ധാരാളം. എനിക്കിത് മതി. എന്നോട് ആരാടെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞേ? ഇത് ലച്ചുമോളെ പ്ലേറ്റ് അല്ലേ? ഇതൊക്കെ നോന്റെ അടുത്ത് എത്തി. അത് പിന്നെ വിശന്നപ്പോ ഞാനെടുത്ത് കൊടുത്തതാ. വിശന്നപ്പോ കൊടുത്ത ഭക്ഷണം മുഴുവൻ ബക്കറ്റ് കൊണ്ടുപോയിട്ടിട്ട് വിശക്കുന്ന പോലും. എണീക്കണ അവിടുന്ന് പോയി. അവിടെ കുറച്ച് പാത്രം കഴുകാട്ടുണ്ട്, അതൊക്കെ വേഗം പോയി കഴുകു. അല്ല പിന്നെ ഓളങ്ങനെ എന്നോട് ഞാൻ പറഞ്ഞിട്ട് മേലെ അവനെ ഡൈനിങ് ടേബിളിൽ കൊണ്ട് എടുത്തരുത് കേട്ടിട്ടോ? ഓ, ആക്കി വെച്ച കോലം നാശം.
കുഞ്ഞേട്ടാ കുഞ്ഞേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. കുഞ്ഞേട്ട അമ്മ പറഞ്ഞതിലൊന്നും കാര്യമാക്കണ്ട. എൻ്റെ അമ്മ ഉണ്ടായില്ലെങ്കിൽ